നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം കണ്ട തകർച്ചയെല്ലാം മറികടന്ന് ദലാൽ സ്ട്രീറ്റിൽ ഇന്ന് ഗംഭീരമായൊരു തിരിച്ചുവരവാണ് നാം കണ്ടത്. സെൻസെക്സിലെ 1200-ലധികം പോയിന്റിന്റെ കുതിപ്പ്, രാജ്യത്തെ ഇന്ധന കമ്പനികൾ നേരിടുന്ന ഭീമമായ നഷ്ടം, ഇന്ത്യയിലെ കുക്കിംഗ് ഗ്യാസ് ക്ഷാമം പരിഹരിക്കാൻ ഇനിയും വർഷങ്ങളെടുത്തേക്കുമെന്ന പുതിയ റിപ്പോർട്ട്, എയർ ഇന്ത്യയുടെ വമ്പൻ സാമ്പത്തിക പ്രതിസന്ധി, ഒപ്പം IMF നൽകിയ ആഗോള സാമ്പത്തിക മുന്നറിയിപ്പ് തുടങ്ങി നിങ്ങളുടെ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ BPCL, HPCL, IOCL എന്നീ കമ്പനികളെ നമ്മൾ OMC എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. എന്താണ് ഈ OMC എന്നതിന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ A ഓയിൽ മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ, ഓപ്ഷൻ B ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി, ഓപ്ഷൻ C ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റ് ക്രൂഡ്. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ വിപണിയിലെ വമ്പൻ കുതിപ്പിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ആഗോള വിപണിയിൽ നിന്നുള്ള പോസിറ്റീവ് സൂചനകളുടെ പിൻബലത്തിൽ സെൻസെക്സ് ഇന്ന് 1263 പോയിന്റുകളാണ് ഒറ്റയടിക്ക് മുകളിലേക്ക് കയറിയത്. നിഫ്റ്റി ആകട്ടെ 24,231 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ റാലിയിൽ എടുത്തു പറയേണ്ടത് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികളുടെ മികച്ച പ്രകടനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണവില വർധനവ് കാരണം വൻ തകർച്ച നേരിട്ട ഇൻഡിഗോ ഓഹരികളാണ് ഇന്ന് വിപണിയിൽ ടോപ്പ് ഗെയിനറായി മാറിയത്. എന്നാൽ ഈ കുതിപ്പിനിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ഭയപ്പെടുത്തുന്ന ചില സാമ്പത്തിക കണക്കുകൾ പുറത്തുവന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുതിപ്പ് കാരണം ഇന്ത്യയുടെ മൊത്തവില പണപ്പെരുപ്പ് നിരക്ക് അഥവാ WPI ഇൻഫ്ലേഷൻ മാർച്ചിൽ 3.88% ഉയർന്നു. ഇന്ധന വിലക്കയറ്റം നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണിത്. ഈ ആശങ്കകൾക്കിടയിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആഗോള സാമ്പത്തിക വളർച്ചാ നിരക്ക് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം ആഗോള എക്സ്പോർട്ട് ഇമ്പോർട്ട് മേഖലകളിൽ വലിയ സാമ്പത്തിക മാന്ദ്യമുണ്ടാകുമെന്നാണ് IMF മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഇന്ധന പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഇരകളായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇന്ത്യയിലെ എണ്ണ കമ്പനികളാണ്. രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലകൾ വർദ്ധിപ്പിക്കാതെ നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതോടെ എണ്ണ കമ്പനികൾക്ക് 1 ലിറ്റർ പെട്രോളിൽ 18 രൂപയുടെയും 1 ലിറ്റർ ഡീസലിൽ 35 രൂപയുടെയും ഭീമമായ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. IOCL, HPCL, BPCL എന്നീ കമ്പനികൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രതിദിനം സഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്യാസ് വിതരണ രംഗത്തു നിന്നും ഒരു വാർത്ത സർക്കാരിൽ നിന്നും ഇന്ന് പുറത്തുവന്നിട്ടുണ്ട്. യുദ്ധം കാരണം തടസ്സപ്പെട്ട LPG സപ്ലൈ പുനഃസ്ഥാപിക്കാൻ ഇനിയും 3 മുതൽ 4 വർഷം വരെ എടുത്തേക്കുമെന്നാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചറുകൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി ഇപ്പോഴും വ്യക്തമല്ലാത്തതിനാൽ ഇത്രയും വലിയ കാലതാമസം ഉണ്ടാകുന്നു. ഇത് രാജ്യത്തെ കുക്കിംഗ് ഗ്യാസ് വിതരണത്തെയും സിറ്റി ഗ്യാസ് കമ്പനികളുടെ ബിസിനസ്സിനെയും വരും വർഷങ്ങളിൽ വലിയ രീതിയിൽ ബാധിക്കും. ഇനി കോർപ്പറേറ്റ് ലോകത്തു നിന്നുള്ള പ്രധാന അപ്ഡേറ്റുകൾ നോക്കാം. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള എയർ ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കമ്പനിക്ക് $2.4 ബില്യൺ ഭീമമായ നഷ്ടമുണ്ടായതിനെ തുടർന്ന് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങളുടെ പ്രൊമോട്ടർമാരായ ടാറ്റ ഗ്രൂപ്പിനോടും സിംഗപ്പൂർ എയർലൈൻസിനോടും കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എയർ ഇന്ത്യ. ഒപ്പം തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നും ICICI പ്രുഡൻഷ്യൽ AMCയുടെ Q4 റിസൾട്ടും വന്നു. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് കമ്പനിയുടെ അറ്റദായം 16.7% ഇടിഞ്ഞ് 763 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. OMC എന്നതിന്റെ പൂർണ്ണരൂപം ഓപ്ഷൻ B ആയ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി എന്നാണ്. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. OMC കമ്പനികൾ നേരിടുന്ന ഈ ഭീമമായ നഷ്ടം പെട്രോൾ, ഡീസൽ വിലവർദ്ധനവിന് കാരണമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.